നമുക്കറിയാം തരൂര് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം രാജ്യത്തിന് വെളിയിലായിരുന്നു, കേരളത്തിന് വെളിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നിലമ്പൂരിലെത്തിയില്ല. പിന്നെ അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം, സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല സാധാരണ, ഈ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച്. അതെന്താ വെച്ചാൽ അത് തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA മാർക്കും MP മാർക്കുമാണ്. തരൂരും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ അതിനേക്കാൾ ഉയർന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്. അവർക്കങ്ങനെ പ്രത്യേക ചാർജ് എവിടെയും കൊടുക്കാൻ അതിനുപരിയാണ് അവർ. വരുന്നത് കൂടുതൽ നന്നായിരുന്നേ. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇല്ല, ഞങ്ങളാരും അങ്ങനെ ചോദിച്ചില്ല. ഞാൻ ധരിച്ചത് അദ്ദേഹം വാസ് ബിസി വിത്ത് അതർ ആക്ടിവിറ്റീസ് ആൻഡ് അഫയേഴ്സ്. ദാറ്റ് വാസ് ദി ഇംപ്രഷൻ ദാറ്റ് ഐ കുഡ് ഗാദർ. ഞാനിപ്പോൾ അത്രയും പറയുന്നില്ല. പിന്നെ ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെയാണ് ചോദിക്കും. ഞങ്ങൾക്ക് അധികം പേർക്ക് എനിക്ക് പ്രോഗ്രാംസ് ഇങ്ങോട്ട് തരിക ചെയ്തത് ഒട്ടുമിക്ക സീനിയർ ലീഡേഴ്സ്. അപ്പോൾ ഏതായാലും DCC അറിയിച്ചിട്ടുള്ളത് രാഷ്ട്രപിതാവിൻ്റെ സ്തൂപം മലപ്പട്ടത്ത് 24-ാം തീയതി വീണ്ടും സ്ഥാപിക്കുന്നു. അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ആ സ്തൂപം അവിടെ ഉണ്ടാവും. രാഷ്ട്രപിതാവിൻ്റെ സ്തൂപമാണ്. അതിനെ എതിർക്കാനും തകർക്കാനും ആരും ഉണ്ടാവില്ലെന്ന് പ്രത്യേകമായിട്ട് കരുതുക. ഇല്ല, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇരിട്ടിക്കാരിയല്ലേ, സ്മിത ഇരിട്ടിക്കാരിയാണ്. ഞാൻ ആദ്യമേ പോയ ദിവസം തന്നെ ആ വീട്ടിൽ പോയിരുന്നു. അവര് പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് ആണ്, പ്രകാശ് ചേട്ടൻ്റെ പാർട്ടി തന്നെയാണ് എന്നവർ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. പിന്നെ അത് കൂടുതലായിട്ട് പിന്നെ അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് പിന്നെ ഞാൻ അന്വേഷിച്ചില്ല. അന്വേഷിക്കാം. ഒരു കാര്യം, ഈ തരൂർ ഇന്ന് നടത്തിയ പ്രസ്താവന അനുചിതമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്. തിരുവഞ്ചൂരൊക്കെ തരൂരിനെതിരെ രംഗത്ത് വന്നത് ഇന്നത്തെ ദിവസം ആ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തരുതായിരുന്നെന്നാണ് തിരുവഞ്ചൂർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇപ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് തരൂര് ആ തെരഞ്ഞെടുപ്പ് ദിവസം പറയാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം തന്നെ ബോധവാനാണെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാനൊരു ന്യായമായിട്ടുള്ള കാര്യമല്ലാതെ പറയാൻ പറ്റുള്ളൂ. 15-ൽ കുറയില്ല, 15,000-ൽ കുറയില്ല. പിന്നെയും കാണണ്ടല്ലേ, 21-ാം തീയതി നമ്മൾ കാണണ്ടല്ലേ. ഗവർണർ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത്. കേരള ഗവർണർ വന്നപ്പോൾ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില സന്ദർശനങ്ങളും ചില പ്രകടനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അത് തെളിഞ്ഞെളിഞ്ഞ് വരികയാണ്. അതിലെ എല്ലാ എതിർപ്പും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു വേദിയാകാൻ പാടില്ല. രാജ്ഭവൻ ഒരിക്കലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയാകാൻ പാടില്ല. ഈ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നത് സമീപകാലത്ത് വന്ന ഒരു പ്രവണതയാണല്ലോ. അദ്ദേഹം പരിപാടികൾ അറ്റൻഡ് ചെയ്യല്ലേ, അദ്ദേഹം പരിപാടികളുടെ സംഘാടകനായിട്ട് മാറണോ? അങ്ങനത്തെ ഒരു ഓഫീസാണോ അത്? എന്നിട്ട് അത് വിവാദത്തിലേക്ക് കൊണ്ടുകൊണ്ടുണ്ടോ? അത് മനഃപൂർവ്വമാണ് വിവാദം സൃഷ്ടിക്കുകയാണ്.